അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരുടെയും ഒരു ഡൗട്ടാണ്, ഫിൽറ്ററും ബിറ്റിയും USB-യിൽ നിന്ന് കണക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആംപ്ലിഫയറിൽ നിന്ന് കണക്ട് ചെയ്യുമ്പോൾ എങ്ങനെ കണക്ട് ചെയ്യണമെന്ന്. ബിറ്റിയുടെ ഔട്ടിൽ കൊടുക്കണോ അതോ രണ്ടും പാരലൽ ചെയ്ത് കണക്ട് ചെയ്യണോ എന്നൊക്കെയാണ് ഡൗട്ട്. അതായത് രണ്ടും പാരലൽ ചെയ്ത് കണക്ട് ചെയ്താൽ വർക്ക് ചെയ്യും, എന്നാലും പ്രോപ്പറായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ ഒരു സർക്യൂട്ട് ഉപയോഗിക്കേണ്ടതുണ്ട്. അത് പറഞ്ഞുതരാം. ഇത് നോൺ ഇൻവെർട്ടർ ഫിൽറ്ററാണ്, പക്ഷേ ഇത് ലോ ഫ്രീക്വൻസിയെ മാത്രം ബൂസ്റ്റ് ചെയ്യുന്ന ഒരു സർക്യൂട്ട് നമ്മളിവിടെ ഉപയോഗിക്കണം. ഇപ്പോൾ USB-യുടെ കണക്ഷൻ ഒരു 470 NF-ൽ ഒരു 15K റെസിസ്റ്റർ ഇട്ട് 10K ഗ്രൗണ്ട് ചെയ്തതിന് ശേഷം നോൺ ഇൻവെർട്ടറിലേക്ക് കണക്ട് ചെയ്യണം. ഇവിടെ 105 എന്ന് പറഞ്ഞാൽ 1 MFD ആണ്, നോൺ പൊളാറാണ് ഇവിടെ ഉപയോഗിക്കുന്നത്, നോൺ ഇൻവെർട്ടറാണ്. ഇവിടെ ഗെയിൻ സെക്ഷനിൽ ഹൈ ഗെയിൻ വരാതെ 15K റെസിസ്റ്റർ ഇട്ട് കണക്ട് ചെയ്യണം. പാരലായിട്ട് 1 NF, കാരണം ഹൈ ഫ്രീക്വൻസി ബ്ലോക്ക് ചെയ്യാനാണ്. വോൾട്ടേജ് ഡിവൈഡറിൽ 22K അല്ലെങ്കിൽ ഹൈ ഗെയിനായി പോകും. ഇതുപോലെ രണ്ട് സർക്യൂട്ട് ഉണ്ടാക്കുക, ലെഫ്റ്റിനും റൈറ്റിനും. അതിനുശേഷം സബ് വൂഫർ ഫിൽറ്ററിൻ്റെ ഇന്നിൽ കൊടുക്കുക. പിന്നെ ഇതിന് വേണ്ടിയിട്ട് 12 ഡുവൽ സപ്ലൈ എടുക്കുക. വോൾട്ടേജ് കൂടുതൽ 11 കുഴപ്പമില്ല. ലോ നോയ്സിൽ വരുന്ന NE5532 പോലുള്ള ഓപ്പാമ്പാണ് ഉപയോഗിക്കാൻ. പിന്നെ താഴെ ബാസ്റ്റോൾ എപ്പോഴും ഇൻവെർട്ടർ ആയിരിക്കും. ഇൻവെർട്ടർ സർക്യൂട്ടിൽ ഫേസ് ഷിഫ്റ്റ് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റിലാണ് ആദ്യത്തെ ബഫർ സർക്യൂട്ട് വരുന്നത്. രണ്ടാമത് അതിൻ്റെ BT സെക്ഷനിൽ വരുന്നത് 180. ആദ്യത്തേൽ 180 ഫേസ് ഷിഫ്റ്റായി, രണ്ടാമത്തേൽ 180, അപ്പോൾ സെയിമായി, ഫേസ് ഷിഫ്റ്റ് മാറി. ഇവിടെ നോൺ ഇൻവെർട്ടറിൽ സെയിം ഫേസ് ഷിഫ്റ്റ് ആയിരിക്കും വരുന്നത്. അപ്പം നമ്മളിവിടെ നോൺ ഇൻവെർട്ടർ തന്നെ ഉപയോഗിക്കണം. പിന്നീട് വരുന്ന സംശയം എന്ന് പറഞ്ഞാൽ, ചില സബ് വൂഫർ ഫിൽറ്ററിൽ ഗെയിൻ കൂടുതലാണെങ്കിൽ ഈ 15K എന്നുള്ളത് 47Kയുടെ ഒരു പ്രീസെറ്റ് ഇട്ടിട്ട് വേരി ചെയ്തെടുക്കാം. ഔട്ടെല്ലാം ഇതുപോലെ തന്നെ ആയിരിക്കണം. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം.